പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യ ദിനത്തിൽ വിശ്വാസിനികൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു അമലാണ് 113 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന പരിശുദ്ധ വചനം ഒരു കടലാസിൽ എഴുതിയിട്ട് അത് ശരീരത്തിൽ ചുമക്കാം, അത് വീട്ടിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അതിന് വല്ലാത്ത പോരിശയാണ്. അത് വിശദീകരിക്കുന്നില്ല. ഈ പരിശുദ്ധമായ വചനം 113 വട്ടം ആരാണോ എഴുതി വെക്കുന്നത് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആഫാത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ തരുകയും ഒരു കൊല്ലത്തേക്ക് ആ പരിശുദ്ധമായ വചനത്തിന്റെ എല്ലാവിധ ബറക്കത്തും ഐശ്വര്യവും ചൊരിഞ്ഞു നൽകുകയും ചെയ്യും. പരിശുദ്ധമായ ബിസ്മി എഴുതി വെക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു 11 മര്യാദകൾ, ആദാബുകൾ, അത് പാലിച്ചാൽ മാത്രമേ ഇതിന്റെ 100% ഗുണം നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. ആദ്യമായിട്ട് പറയാം, ഒന്നാമത്തെ മര്യാദ, പരമാവധി നമ്മൾ ബിസ്മി എഴുതാൻ വേണ്ടി എടുക്കുന്ന പേപ്പർ ബ്ലാങ്ക് ആയിരിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, കഴിയുന്നിടത്തോളം ബ്ലാക്ക് മഷി ഉപയോഗിക്കുക എഴുതാൻ വേണ്ടിയിട്ട്. ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധമായി ബിസ്മി എഴുതുമ്പോൾ 1, 2, 3 അങ്ങനെ നമ്പർ ഇട്ടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഇടൽ പരമാവധി ഒഴിവാക്കല നല്ലത്. കഴിയുന്നില്ല അത് ഒഴിവാക്കുക. നമ്മൾ വേണമെങ്കിൽ നമുക്ക് എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എണ്ണത്തിനനുസരിച്ച് ചെറിയൊരു ഡോട്ട്, എന്നിട്ട് ആ ഡോട്ട് അനുസരിച്ച് എഴുതി പോയാൽ മതി. അക്കമിടൽ മാക്സിമം ഒഴിവാക്കലാണ് നല്ലത്. ഇനി നാലാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിയുമെങ്കിൽ ഒറ്റ ഒരു പുറത്തിൽ തന്നെ നമ്മൾ എഴുതി തീർക്കാൻ നോക്കാം. അവിടെ തീർന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ എണ്ണ പൂർത്തീകരണത്തിന് വേണ്ടി മറുഭാഗത്ത് എഴുതാവുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട് പരിഗണിക്കേണ്ട കാര്യം, എഴുതുമ്പോൾ ഉളു ഉണ്ടായിരിക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. അതേപോലെ തന്നെ ആറാമത്തെ ഒരു കാര്യം, 2 റക്അത്ത് നിസ്കാരത്തിന് ശേഷമാണ്. 2 റക്അത്ത് സുന്നത്ത്, സാദാ മുത്തലക്കൻ 2 റക്അത്ത് സുന്നത്ത് സ്കരിക്കുന്നു അല്ലാഹു തആലക്ക് വേണ്ടി. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഒളുവോട് കൂടെ തന്നെയാണ് എഴുതേണ്ടത്. ഇനി ഏഴാമത് പരിഗണിക്കേണ്ട ഒരു കാര്യം, ഖിബലയിലേക്ക് മുന്നിടണം. ഇനി എട്ടാമത്തെ ഒരു കാര്യം, ഓരോ തവണ നമ്മൾ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോൾ നമ്മളൊന്ന് ഓതി വരുമല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ എഴുതി കഴിയുമ്പോഴേക്ക് നമ്മൾ 113 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടുണ്ടാകും, ഓതി പോയിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ 113 വട്ടം മുഹറമിന്റെ ആദ്യ ദിവസത്തിൽ ബിസ്മി കൊണ്ട് തുടങ്ങിയ അല്ലെങ്കിൽ തുടക്കം കുറിച്ച ആ ശ്രേഷ്ഠ നമുക്ക് കിട്ടാൻ ആ ഒരു പാരായണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി 9ാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എഴുതി അടച്ചു വെച്ചതിന് ശേഷം പിന്നെ അത് തുറന്നു നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം, മടക്ക് നിവൃത്തി തുറന്നു നോക്കാം. അത് ചെയ്യരുത് എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. ഇനി 10ാമത്തെ ഒരു കാര്യം, അത് വെയിൽ കൊള്ളിക്കാത്ത രീതിയിൽ നല്ല ഭദ്രമായിട്ട് സൂക്ഷിക്കണം എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. 11ാമത്തെ ഒരു കാര്യം, അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഒരക്ഷരം മറ്റൊരക്ഷരത്തിനോട് ചേരാൻ പാടില്ല. ഓരോ അക്ഷരങ്ങൾ വേറിട്ട് നിൽക്കണം. ബിസ്മിയുടെ ബാ വേറിട്ട് നിൽക്കണം, സീന് വേറിട്ട് നിൽക്കണം, അലിഫ് വേറിട്ട് നിൽക്കണം, ലാമ് വേറിട്ട് നിൽക്കണം, ലാമ് വേറിട്ട് നിൽക്കണം, ഹ വേറിട്ട് നിൽക്കണം. അങ്ങനെ ഓരോ ഹർഫുകളും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ പരിശുദ്ധമായ ആ വചനത്തിൽ 19 ഹർഫുകളാണ് ഉള്ളത്. എണ്ണം കൂടി പോകാനൊന്നും പാടില്ല. അപ്പോൾ കൃത്യമായിട്ട് നോക്കാം, അതിൻ്റെ എഴുത്ത് നോക്കാം. ഈ ഒരു ശൈലിയിൽ കൃത്യമായിട്ട് ഒന്നിനോട് മുട്ടാതെ, കാരണം നമുക്ക് ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നുണ്ട് വിരോധമില്ല, അശുദ്ധിയില്ല, സഹോദരിമാർ ചുമക്കുന്നുണ്ട് വിരോധമില്ല. അതുകൊണ്ടാണ് ആ എഴുത്തിൻ്റെ ശൈലി അങ്ങനെയാണ് മഹാന്മാർ പറയുന്നത്. അപ്പോൾ വേർതിരിക്കുക. പിന്നെ ആ എഴുതുമ്പോൾ, ഇപ്പോൾ ബിസ്മിയുടെ മീം എഴുതുമ്പോൾ മീമിൻ്റെ ആ ചുറ്റിക്കെട്ടുണ്ടല്ലോ, അത് അതിൻ്റെ പരസ്പരം ആ ചുറ്റിക്കെട്ട് മുട്ടാത്ത രീതിയിൽ ചെറിയൊരു അകൽച്ചയോടുകൂടെ മുട്ടാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ബിസ്മിയുടെ ബ എഴുതുമ്പോൾ ബാഇൻ്റെ അടിയിൽ പുള്ളിയിടാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ബിസ്മില്ലാഹി അവിടെ ശബ്ദ് വരേണ്ട സമയത്ത് ശബ്ദ് ചെയ്യാൻ പാടില്ല. പിന്നെ ബിസ്മില്ലാഹിയുടെ ബാഇന് കിസ്റിട, ഓരോന്നിനും ഹർക്കത്ത് ഫത്തഹും കിസ്റിട, അതെല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഴുതുമ്പോൾ ഈ കാണുന്ന ഈ ഒരു ശൈലിയിലാണ് നമ്മൾ അതിൻ്റെ എഴുത്ത്, അക്ഷരങ്ങൾ, ഹുറൂഫുകൾ പരിഗണിച്ച് എഴുതേണ്ടത്. റഹ്മാനിയുടെ മീമ് കഴിഞ്ഞതിന് ശേഷവും മീമ് നീട്ടാനുള്ള അലിഫ് വേണ്ട. 19 ഹർഫുകൾ ഈ കാണുന്നത് പോലെ ഇത്രയുമാണ് കൃത്യമായി വരേണ്ടത്. അത് എഴുത്തിന്റെ പ്രധാനപ്പെട്ട ശുറൂത്താണ്, മര്യാദയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും പോരിശയുള്ള ഈ പരിശുദ്ധമായ വചനം അതങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യഥാർത്ഥത്തിൽ നമ്മൾ അത് ചെറുതാക്കി എഴുതിയിട്ട് അത് കൃത്യമായി മടക്കി സൂക്ഷിച്ചിട്ട് നമ്മൾ ശരീരത്തിൽ ചുമക്കണമെന്നാണ്. ഇനി ഒരുപാട് സഹോദരിമാർ ചോദിച്ചു, ഉസ്താദേ ഞങ്ങൾ അശുദ്ധിയുടെ പീരീഡിലാണുള്ളത്, ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ വചനം എഴുതാൻ പറ്റുമോ? സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അശുദ്ധിയുടെ സമയമാണെങ്കിൽ തീർച്ചയായും ഒരു പരിശുദ്ധമായ ദിക്ർ എന്നുള്ള നെയ്യത്ത് വെച്ചിട്ട് എഴുതാവുന്നതാണ്. ഇനി കഴിയുമെങ്കിൽ ഓരോ വർഷവും ഈ ഒരു നന്മ ആവർത്തി ചെയ്യണം. കഴിഞ്ഞ കൊല്ലത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഭദ്രമാണെങ്കിൽ അത്
പിന്നെ നമ്മൾ ബഹുമാനത്തോടുകൂടെ തന്നെ നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് പുതിയ ഒരു പേപ്പറിൽ പുതുതായി എഴുതി വെക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേക ഖൈറുകൾ ബറക്കത്തുകളുണ്ടാവാൻ കാരണമാണ് എന്ന്. അപ്പോൾ ബിസ്മി എഴുതുമ്പോൾ ഈ 11 ആദാബുകൾ പാലിച്ച് ശേഷമുള്ള ഈ തവസ്സുലിൻ്റെ ദുആ കൂടെ ചേർത്തിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ ഈ ഒരു കൊല്ലം മുഴുവനും സാമ്പത്തിക ഐശ്വര്യം മാത്രമല്ല, കുടുംബത്തിൽ എല്ലാവിധ ബറക്കത്തും ഐശ്വര്യവും നമുക്ക് തുറന്നു കിട്ടാൻ ഇതൊരു കാരണമാകും. ബിസ്മി എഴുതുമ്പോൾ ഏത് സമയത്താണ് എഴുതേണ്ടത്? പലരും ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ളുഹറിന് മുമ്പായിട്ട് എഴുതലാണ് ഏറ്റവും അഭികാമ്യമായ സമയം, ഏറ്റവും പരിഗണിക്കേണ്ടത്. എന്ന് കഴിഞ്ഞ് ളുഹർ കഴിഞ്ഞിട്ടാണ് സമയം കിട്ടിയത്, ഇനി ഞാൻ എഴുതുന്നില്ല, അങ്ങനെ പറയേണ്ടതില്ല. മഗ്രിബ് വരെ സമയമുണ്ട്. പരിശുദ്ധമായ മുഹറമിൻ്റെ ആദ്യ ദിവസത്തെ രാവിലെ എഴുതുന്നതിനേക്കാൾ നല്ലത് എവിടെ എഴുതലാണ്? പകലിൽ എഴുതലാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ പോരിശയുള്ള ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതുന്നവർക്ക് എല്ലാ ഗുണങ്ങളും കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനുശേഷം ചെയ്യുന്ന ദുആ ഇജാബത്ത് കിട്ടാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുകൊണ്ടുള്ള തവസ്സുൽ കൊണ്ടുള്ള ദുആ നമുക്കൊന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم إني أسألك بحق بسم الله الرحمن الرحيم وبحرمة بسم الله الرحمن الرحيم وبفضل بسم الله الرحمن الرحيم وبعظمة بسم الله الرحمن الرحيم وبجلال بسم الله الرحمن الرحيم وبجمال بسم الله الرحمن الرحيم وبكمال بسم الله الرحمن الرحيم وبهيبة بسم الله الرحمن الرحيم وبمنزلة بسم الله الرحمن الرحيم وبملكوت بسم الله الرحمن الرحيم وبجبروت بسم الله الرحمن الرحيم وبكبرياء بسم الله الرحمن الرحيم وبثناء بسم الله الرحمن الرحيم وببهاء بسم الله الرحمن الرحيم وبكرامة بسم الله الرحمن الرحيم وبسلطان بسم الله الرحمن الرحيم وببركة بسم الله الرحمن الرحيم وبعزة بسم الله الرحمن الرحيم وبقوة بسم الله الرحمن الرحيم وبقدرة بسم الله الرحمن الرحيم. ഈ പരിശുദ്ധമായ ദുആയാണ് ബിസ്മി കൊണ്ടുള്ള തവസ്സുലാക്കിയ ദുആ. ഇത് നമ്മൾ എഴുതുന്ന അന്ന് മുഹറം 1 അന്ന് മാത്രമല്ല, നമുക്ക് എപ്പോഴും ഒരു കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കാൻ താല്പര്യമുണ്ട്, മുറാദ് ഹാസിലാകണമെങ്കിൽ നമ്മൾ ഈ ബിസ്മി കൊണ്ട് തവസ്സുലാക്കിയ ദുആ ചെയ്തിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്.